ഹായ്, എല്ലാവർക്കും മനോസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. മസാല പൂരിയും തേങ്ങാച്ചാറും. ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പൂരിക്ക് വേണ്ട മാവ് കുഴച്ച് വയ്ക്കാം. അതിനായിട്ട് ഞാനൊരു 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കാം. ഞാൻ വറുത്ത റവയാണ് ചേർത്തത്, വറുക്കാത്തതായാലും കുഴപ്പമില്ല. ഇനി ഇതിൽ കുറച്ച് മസാലകൾ ചേർക്കണം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി. ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ്, എരിവുള്ളതാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിലൊരു 1/2 ടീസ്പൂൺ ജീരകം, തോരനൊക്കെ ചേർക്കുന്ന ചെറിയ ജീരകമാണ്. 1/4 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മല്ലിയില, വളരെ കുറച്ച് മതി കേട്ടോ. മല്ലിയില ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ഒരല്പം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലൊരു 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്തത്, വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. ചെറിയ ചൂട് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ചപ്പാത്തി മാവിനേക്കാളും ഒരല്പം കൂടി കട്ടിയുള്ളൊരു മാവായിട്ട് കുഴച്ചെടുക്കുക. ഒരുപാട് കട്ടിയാവണ്ട, ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി കട്ടി വേണം. ഈ ഒരു പരുവത്തിൽ കുഴച്ച് വയ്ക്കാം. ഇനി ഇതൊരു 1-2 മിനിറ്റ് നന്നായിട്ട് കുഴച്ച് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു മാവാക്കി എടുക്കാം. ഇതുപോലെ കുഴച്ചെടുക്കാം. മാവ് നന്നായി കുഴച്ച് എടുത്തിട്ടുണ്ട്, കണ്ടോ, ഇതുപോലെ ആയിരിക്കണം. അപ്പോൾ ഇത് നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങാച്ചാറ് റെഡിയാക്കാം. അതിനുശേഷം പൂരി പരത്തി ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. തേങ്ങാച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 1-1.5 ടീസ്പൂൺ എണ്ണ, അത്രയും മതി. തേങ്ങാച്ചാർ എന്ന് വെച്ചാൽ ഏകദേശം നമ്മൾ ദോശയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ചട്നി പോലെ തന്നെയാണ്. ഇൻഗ്രീഡിയൻസിൽ കുറച്ച് വ്യത്യാസമുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തോട്ട് ഒരു 3 ടീസ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം. ഇതിന് പകരം മല്ലിപ്പൊടി ഉപയോഗിക്കരുത് കേട്ടോ, ഇതുപോലെ മല്ലി തന്നെ വേണം. ഒരു 6-7 വറ്റൽ മുളക്, കുറച്ച് സവോള. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സവോളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു സവോള എടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം, ഒരു തണ്ട് കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെയൊക്കെ പച്ചപ്പൊന്ന് മാറി സവോളയൊക്കെ ഒന്ന് വാടി വരണം. നിറം ഒന്ന് മാറണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഇതെല്ലാം നന്നായിട്ട് വാടി വന്നു. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇത് തേങ്ങയുടെ കൂടെ ചേർത്ത് അരച്ചെടുക്കണം. ഒരു മിക്സി ജാറിൽ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു വലിയ തേങ്ങയുടെ പകുതിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് നമ്മളിപ്പോൾ വഴറ്റി വെച്ചത് ഇട്ട് കൊടുക്കാം. നല്ല ചൂടൊന്ന് മാറിയിട്ട് ഇട്ടാൽ മതിയേ. ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുത്ത് വെക്കാം. ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കാം, നമുക്കൊന്ന് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് ഒരു 3/4 ടീസ്പൂൺ കടുകിടാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവ, ഇതിനകത്ത് 1-2 വറ്റൽ മുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മൾ അരച്ചു വെച്ച തേങ്ങയുടെ കൂട്ടും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരല്പം വെള്ളവും കൂടി ഒഴിക്കാം. ഒരുപാട് ലൂസ് ആവരുത്, സാധാരണ ചട്നിയുടെ അത്രയും ലൂസ് ആവണ്ട, കുറച്ചൊന്ന് കുറുകി തന്നെ ഇരിക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ സമയത്തൊക്കെ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം, ഇത് തിളയ്ക്കാൻ പാടില്ല. ആ തേങ്ങയുടെ ഒരു പച്ചപ്പൊന്ന് മാറിയാൽ മാത്രം മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ തേങ്ങാച്ചാറ് റെഡിയായി. ഞാൻ പറഞ്ഞ പോലെ ഇത് പൂരിയുടെ കൂടെ മാത്രമല്ല, ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. ഒരു മസാല കറി പോലെയാണ് കേട്ടോ. ചട്നിയുടെ ടേസ്റ്റിനേക്കാളും കുറച്ച് ഒരു വ്യത്യാസമുണ്ട്. ഒരു മസാല മല്ലിയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു മസാലക്കറിയുടെ ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുഴച്ച് വെച്ച മാവ് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് സമയം വേണ്ട, ഒരു 1/2 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. ഇനി ഇത് ഒന്നുകിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഓരോ പൂരിയായിട്ട് പരത്തിയെടുക്കാം. ഞാനിപ്പം 2 വലിയ ബോളാക്കി എടുത്തിട്ട് പരത്തി കട്ട് ചെയ്ത് എടുക്കാൻ പോവാണ്. കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ വലുതായിട്ട് പരത്തിയെടുക്കാം. പൂരി പരത്തുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ചപ്പാത്തിയുടെ അത്രയും കനം കുറഞ്ഞു പോകരുത്, കുറച്ചും കൂടി കട്ടി വേണം, എന്നാലേ പൂരി നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. മനസ്സിലായി, കുമിള പോലെ പൊങ്ങി വരത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ പരത്തിയെടുക്കാം. ഇനി ഏതെങ്കിലും പാത്രത്തിൻ്റെയോ ബോട്ടിലിൻ്റെ ക്യാപ്പ് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചെറിയ പൂരിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. സൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. വലിയ പൂരിയായിട്ടാണ് വേണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള പൂരിയും നമുക്ക് പരത്തി കട്ട് ചെയ്ത് എടുക്കാം.
ഇനി ഒരു പാനിൽ ആവശ്യത്തിന് എണ്ണ ചൂടാക്കുക. എണ്ണയുടെ ചൂട് എപ്പോഴും ശ്രദ്ധിക്കണം. ഒരുപാട് ചൂട് കുറയാനും പാടില്ല, ഒത്തിരി കൂടാനും പാടില്ല കേട്ടോ. പതുക്കെ ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ ഇതിങ്ങനെ പൊങ്ങി വരും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ പൂരിയും ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ പൂരിയെല്ലാം ഫ്രൈ ചെയ്തെടുത്തു. മസാലപ്പൂരിയും തേങ്ങാച്ചാറും റെഡി. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റിയാണ്, നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ തേങ്ങാച്ചാറ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഡലിക്കോ ദോശയ്ക്കോ ഒക്കെ സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.